ആരോഗ്യം അമൂല്യം. തലച്ചോറിലുണ്ടാകുന്ന മുഴകൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോ സർജറിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്. ഇന്ത്യയിൽ 1,00,000 5 മുതൽ 10 വരെ ആളുകൾക്ക് ബ്രെയിൻ ട്യൂമർ കാണാറുണ്ട്. അതിൽ ക്യാൻസർ വിഭാഗത്തിലുള്ളതും അല്ലാത്തതും ഉണ്ടാകാം. അതുപോലെ തലച്ചോറിനുള്ളിൽ കാണുന്ന മുഴകൾ പ്രൈമറി ട്യൂമർ, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് സെക്കൻഡറി ട്യൂമർ. ഉദാഹരണമായി മാറിൽ നിന്നും ശ്വാസകോശത്തിൽ നിന്നുള്ള ക്യാൻസർ ബാധ. തലച്ചോറിൻ്റെ കവചത്തിൽ മെനിഞ്ചസ്, അതിൽ നിന്നും വരുന്ന മുഴകൾ മെനിഞ്ചോമ. ഉള്ളിൽ നിന്നും വരുന്ന മുഴകൾ ഗ്ലയോമ. അതുപോലെ ഞരമ്പുകളിൽ നിന്നും രക്തക്കുഴലുകളിൽ നിന്നും കാണാറുണ്ട്. ഇത് വരാനുള്ള കാരണം എന്താണ്? ജനിതക വ്യതിയാനങ്ങൾ കൊണ്ട് വരാം. പാരമ്പര്യമായിട്ടും അപൂർവമായി കാണാം. HIV അണുബാധിതരിൽ കാണാറുണ്ട്. അതുകൂടാതെ രാസവസ്തുക്കളുടെ ഉപയോഗം, പെയിന്റ്, റബ്ബർ, പെട്രോകെമിക്കൽ ഫാക്ടറികളിൽ വളരെ കാലം ജോലി ചെയ്യുന്നവരിലും ഇത് കാണാറുണ്ട്. അതുകൂടാതെ തലയ്ക്ക് പരിക്ക് പറ്റിയതിന് ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ട്യൂമറുകൾ വരാം. റേഡിയേഷൻസ് ചികിത്സയുടെ ഭാഗമായിട്ടും അല്ലാതെയും വരുന്നതാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, സെൽഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തലച്ചോറിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? സെൽഫോണിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വഴി ക്യാൻസർ വരാനുള്ള സാധ്യത ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ WHO നിർദ്ദേശം കൂടുതൽ സമയം ചെലവിട്ട് സംസാരിക്കുന്നത് കുറയ്ക്കണം. കൂടുതൽ സംസാരം ഇയർഫോണുകളുടെ ഉപയോഗത്തിലൂടെ മാത്രം. ഇനി നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊന്ന് നോക്കാം. അതിരാവിലെയുള്ള ശക്തമായ തലവേദന, അതിനുശേഷമുള്ള ഛർദി, തുടർന്ന് തലവേദനയിലുള്ള നല്ല കുറവ്, അതിനോടനുബന്ധിച്ചുള്ള അപസ്മാരം. ട്യൂമറിൻ്റെ സ്ഥാനം അനുസരിച്ച് ലക്ഷണങ്ങൾ മാറാം. കൈകാലുകൾക്കുള്ള ശക്തിക്കുറവ്, മുഖത്തുള്ള കോട്ടൽ, ഓർമ്മക്കുറവ്, സ്വഭാവത്തിലുള്ള വ്യത്യാസം, കാഴ്ചയ്ക്ക് മങ്ങൽ, കേൾവിക്കുറവ് തുടങ്ങിയവയും വരാം. രോഗനിർണയം പ്രധാനമായും രോഗിയുടെ രോഗലക്ഷണത്തിൻ്റെ അപഗ്രഥനം, വിശദമായ ഞരമ്പുകളുടെ പരിശോധന, അതുകൂടാതെ CT സ്കാൻ, MRI സ്കാൻ മുഖേന വളരെ കൃത്യമായി രോഗം കണ്ടുപിടിക്കാം. പ്രധാനമായും ഓപ്പറേഷനാണ് ചികിത്സ. തല തുറന്നുള്ള ഓപ്പറേഷൻ, നൂതന മാർഗങ്ങളായ സ്റ്റീരിയോടാക്റ്റിക് ന്യൂറോ നാവിഗേഷൻ ഉപയോഗിച്ച് കീ ഹോൾ സർജറി വഴി സാധാരണ ചെയ്തു വരാറുണ്ട്. ബോധം കെടുത്താതെയുള്ള എവേക്ഡ് ക്രേനിയോട്ടമിയും ഇപ്പോൾ വളരെ പ്രാബല്യത്തിലുണ്ട്. അതിനുശേഷം ബയോപ്സി റിപ്പോർട്ട് പ്രകാരമുള്ള തുടർ ചികിത്സ. ക്യാൻസർ അല്ലാത്ത മുഴകൾ തുടർന്നുള്ള നിരീക്ഷണങ്ങൾ മാത്രം മതിയാകും. ക്യാൻസർ വിഭാഗത്തിലുള്ളവർക്ക് റേഡിയേഷൻ, കീമോതെറാപ്പി തുടങ്ങിയ അനുബന്ധ ചികിത്സകൾ അനിവാര്യമാണ്. ഓപ്പറേഷന് ശേഷം ഫിസിയോതെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, തുടർന്ന് ഒട്ടുമിക്ക രോഗികളെയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഗ്രേഡ് കൂടിയ ക്യാൻസർ വിഭാഗങ്ങൾ, അതുകൂടാതെ പ്രായം വളരെ കൂടിയവർക്കും പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഒരു പരിധിവരെ സഹായകരമാകും. തലച്ചോറിലുണ്ടാകുന്ന മുഴകളെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ പ്രേംകുമാർ എസ്.